ദീപ്തി അങ്ങനെ സത്യം മനസ്സിലാക്കാൻ തീരുമാനിക്കുകയാണ്. ഒരിക്കലും ശ്രീനിവാസനും വിക്രമേട്ടനും തമ്മിലുള്ള ബന്ധം കൊണ്ട് മാത്രം വേദേശി വിക്രമേട്ടനെ പിരിഞ്ഞു വരില്ല. അതിന് തക്കതായ മറ്റെന്തോ കാരണമുണ്ട്. ഇതിനു പിന്നിൽ മറ്റൊരാളുടെ കളിയാണ് എന്ന് മനസ്സിലാക്കിയ ദീപ്തി അങ്ങനെ സ്വയം അന്വേഷിക്കാൻ തയ്യാറാവുകയാണ്. ദീപ്തി ആദ്യം തന്നെ കാണാൻ ചെല്ലുന്നത് വിക്രത്തിനെയാകും. ദീപ്തി വിക്രമിനോടായിട്ട് പറയുകയാണ്, വിക്രമേട്ടന് തോന്നുന്നുണ്ടോ വേദേച്ചി ശ്രീനിവാസനുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് വഴക്കിട്ട് വീട്ടിൽ വന്നതെന്ന്? വിക്രം ഈ സമയം പറയുകയാണ്, ശ്രീനിവാസൻ സാറുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറേ ആയതാ. അപ്പോഴൊക്കെ വേദ പറഞ്ഞിരുന്നത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും പതുക്കെ ആ കൂട്ടുകെട്ട് മാറ്റിയെടുത്താൽ മതി എന്നാണ്. ഞാനാണെങ്കിൽ ശ്രീനിവാസൻ സാറുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് ഒഴിവാക്കാനും തയ്യാറാണെന്ന് വേദയോട് പറഞ്ഞതുമാണ്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ തന്നെ വേദ തയ്യാറാകുന്നില്ല. ദീപ്തി പറയുകയാണ്, അതിന് കാരണമുണ്ട് വിക്രമേട്ടാ. കാരണമോ? അതെന്താ ദീപ്തി അങ്ങനെ പറഞ്ഞേ? അതെ, ചേച്ചിക്ക് പിന്നിൽ മറ്റാരോ ആണ് ചേച്ചിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ചേച്ചിക്ക് വിക്രമേട്ടനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ദീപ്തി, നീ പറയുന്നത് സത്യമാണോ? നീ എങ്ങനെ മനസ്സിലാക്കി ഇതെല്ലാം? വിക്രമേട്ടൻ അന്ന് വീട്ടിൽ വന്നു പോയില്ലേ? ആ സമയം ചേച്ചി വിക്രമേട്ടനോട് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചതെങ്കിലും ചേട്ടൻ പോയ ശേഷം റൂമിലിരുന്ന് കരയുകയായിരുന്നു ചേച്ചി. എൻ്റെ ചേച്ചി അങ്ങനെ എന്തിനും കരയുന്ന ആ ഒരു പ്രകൃതമല്ല. അത്രയ്ക്കും ബോൾഡാണ് എൻ്റെ ചേച്ചി. അതുമാത്രമല്ല, പലപ്പോഴായി മൊബൈലിൽ വിക്രമേട്ടൻ്റെ ഫോട്ടോ നോക്കി കരയുന്നതും ഞാൻ മാറി നിന്ന് കണ്ടിട്ടുണ്ട്. വിക്രം ചോദിക്കുകയാണ്, സത്യമാണോ ദീപ്തി നീ പറഞ്ഞത്? അതെ വിക്രമേട്ടാ, എനിക്ക് ഉറപ്പുണ്ട് ചേച്ചി ഇതെല്ലാം മറ്റാർക്കു വേണ്ടി ചെയ്യുന്ന ഡ്രാമയാണ് എന്ന്. ആരോ ചേച്ചിയെ കാര്യമായി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരു വക്കീലായ ചേച്ചിക്ക് അങ്ങനെ മറ്റൊരാളുടെ മുൻപിൽ താഴ്ന്നു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്രയ്ക്കും തക്കതായ എന്തോ കാരണമുണ്ട് വിക്രമേട്ട. അതുകൊണ്ട് മാത്രമാണ് ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ഏതായാലും ആരാണ് ഇതിന് പുറകിലെന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് വിക്രമേട്ട. എനിക്കും അങ്ങനെ ചില സംശയങ്ങളുണ്ട്. കാരണം വേദയ്ക്ക് അങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു വർഷകാലം എൻ്റെ കൂടെ ജീവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എത്രയൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് വേദയോട് പെരുമാറിയിട്ടുണ്ടായിരുന്നതും. അപ്പോൾ അങ്ങനെയൊക്കെ അവസരം കിട്ടിയിട്ടും വേദ പോകാതെ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എന്നോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നെയും വേദയെയും തമ്മിൽ പിരിക്കാൻ നോക്കിയ ആരായാലും ശരി, ഞാൻ അവനെ വെറുതെ വിടില്ല. ചിലപ്പോൾ ആരാണെന്ന് അറിഞ്ഞാൽ വിക്രം ചേട്ടൻ എടുത്തു ചാടി വല്ലതും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ വേദേച്ചി ഒന്നും പറയാത്തത്. വിക്രമേട്ടൻ വീണ്ടും പഴയ പോലെ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ അത് ചേച്ചിക്ക് വീണ്ടും സങ്കടത്തിലാക്കും വിക്രമേട്ട. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും എടുത്തു ചാടി ഒന്നും തീരുമാനിക്കേണ്ട. അല്ലെങ്കിലും ഇങ്ങനെയൊന്നും ആരാന്ന് അറിഞ്ഞാൽ പോലും ചേട്ടൻ ഇനി പഴയ പോലൊന്നും ചെയ്ത് ചേച്ചിയെ വിഷമിപ്പിക്കരുത് കേട്ടോ. ഏതായാലും ഞാനല്ലേ ചേച്ചിയുടെ കൂടെ ഉള്ളത്. ഞാൻ തന്നെ ഇത് കണ്ടുപിടിച്ചോളാം. വിക്രമേട്ടൻ മനസ്സിൻ്റെ ധൈര്യം കൈവിടരുത്. സങ്കടപ്പെടാനും പാടില്ല. വേദേച്ചിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വിക്രമേട്ടനെ. ദീപ്തിയുടെ വാക്കുകൾ വിക്രത്തെ സന്തോഷവാനാക്കുകയാണ്. ശേഷം വേദയാണ് കാണിക്കുന്നത്. ആകെ കരഞ്ഞ് ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുകയായിരിക്കും വേദ. കൂടെ മൊബൈലിൽ വിക്രത്തിൻ്റെ ഫോട്ടോയും നോക്കുന്നുണ്ടാകും. വിക്രമായിട്ടുള്ള നിമിഷങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം ആലോചിച്ച് കണ്ണുനീരിൽ കിടക്കുകയായിരിക്കും വേദ. ഈ സമയം ദീപ്തി കയറി വരികയാണ്. ദീപ്തി വരുന്നത് അറിഞ്ഞ ഉടനെ തന്നെ വേദ കണ്ണീരെല്ലാം തുടയ്ക്കുകയും ഫോൺ മാറ്റി വെക്കുകയുമാണ് ചെയ്യുന്നത്. ദീപ്തി വേദയോടായിട്ട് ചോദിക്കുകയാണ്, ചേച്ചി കരയായിരുന്നോ? ഏയ് കരയാനോ? ഞാനോ? എന്തിന്? മതി ചേച്ചി, അഭിനയിച്ചത് മതി. ഇത്രയും വലിയ ഡ്രാമ ആർക്ക് വേണ്ടിയാണ് ചേച്ചി ഈ ചെയ്യുന്നത്? അതുകൂടെ പറഞ്ഞുകൂടെ ചേച്ചിക്ക്? വിക്രം ചേട്ടൻ അറിയുന്നുള്ള ഭയമാണെങ്കിൽ ഞാൻ വിക്രം ചേട്ടനോട് പറയുന്നില്ല. ചേച്ചി എന്നോടെങ്കിലും പറയില്ല ചേച്ചി? ഒന്ന് പറയൂ ചേച്ചി. നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ ഒന്നുമില്ല. നീ വീണ്ടും വീണ്ടും ഇത് പറയാൻ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല ദീപ്തി. ചേച്ചി ഈ പറയുന്നത് പോലും ആരെയോ ഭയന്നിട്ടാണ്. എനിക്കറിയാം എൻ്റെ വേദേച്ചിയെ. ചേച്ചിയുടെ ഈ പെട്ടെന്നുള്ള മാറ്റം കാണുന്നവർക്കും കൂടി അംഗീകരിക്കാൻ പാടാണ് ചേച്ചി. ഇന്ന് ഞാൻ വിക്രം ചേട്ടനെ കണ്ടിരുന്നു. വേദ ഇത് കേൾക്കുമ്പോൾ വളരെ സങ്കടത്തിൽ, ആ ഒരു സങ്കടഭാവത്തിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വിക്രത്തിനെ. വിക്രത്തിനെ കണ്ടല്ലോ ദീപ്തി. ആ ഒരു കാര്യം ആലോചിക്കുകയാണ് വേദ.
ശേഷം ദീപ്തി പറയുകയാണ്, വിക്രം ചേട്ടൻ ആകെ സങ്കടത്തിലാണ് ചേച്ചി, കാണുമ്പോൾ പാവം തോന്നി. വേദേച്ചിയെ ആ പാവം അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ് വിക്രം ചേട്ടന്. ചേച്ചി ഇല്ലാതൊരു ജീവിതം ഇനി വിക്രം ചേട്ടനെ എങ്ങനെയായിരിക്കും എന്ന് പോലും അറിയില്ല. അത്രയ്ക്കും വളരെ തളർന്നിരിക്കുക പാവം. ഇതെല്ലാം കേട്ട് വേദയാണെങ്കിൽ തിരിഞ്ഞു നിന്ന് കരയുകയാണ്. വേദ ഒന്നും മിണ്ടാതെ. തുടർന്ന് കണ്ണുകൾ തുടച്ച പാടെ വേദ പറയാണ്, നീ ഇനി കാണാൻ പോകണ്ട, ഇതേപ്പറ്റി എന്നോട് ഇനി ഒന്നും സംസാരിക്കാനും വരണ്ട ദീപ്തി. ഇങ്ങനെ പറഞ്ഞ ശേഷം വേദ കരഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി പൈപ്പ് തുറന്ന് കരയുകയാകും. ദീപ്തി ആണെങ്കിൽ ചിലതൊക്കെ തീരുമാനിച്ച് റൂമിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. റൂമിൽ നിന്നും ഇറങ്ങിയ ദീപ്തി ചിലതൊക്കെ തീരുമാനിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും വേദച്ചിയെ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ദീപ്തി അവിടെ നിന്നും പോകുന്നു. ശേഷം കാണിക്കുന്നത് ശ്രീകാന്ത് വേദയുടെ റൂമിലേക്ക് വരുന്നതാണ്. ശ്രീകാന്ത് വേദയുടെ റൂമിലേക്ക് പോകുന്നത് ദീപ്തി വാച്ച് ചെയ്യുന്നുണ്ടാകും. ഉടനെ തന്നെ ശ്രീകാന്തിനെ കാണാതെ വേദയുടെ റൂമിൻ്റെ ഡോറിൻ്റെ സൈഡിലായിട്ട് മറിഞ്ഞിരിക്കും ദീപ്തി. ശ്രീകാന്തും വേദയും തമ്മിലുള്ള സംസാരം കാതോർക്കുകയാണ് ദീപ്തി. ശ്രീകാന്ത് വേദയോടായി പറയുകയാണ്, നീ അന്ന് സൈൻ ചെയ്ത ആ ഡിവോഴ്സ് നോട്ടീസ് ഉണ്ടല്ലോ, നാളെ വിക്രം സുധാകരൻ്റെ വീട്ടിൽ എത്തും. ഇത് കേട്ടതും വേദ ഞെട്ടി ശ്രീകാന്തിനെ നോക്കി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, താനൊരു ആങ്ങളെയാണോടോ? സ്വന്തം പെങ്ങളുടെ ജീവിതം പിച്ച് ചീന്താൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇല്ല, ഒട്ടും നാണമില്ല. അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് ഇറങ്ങിയത്. ഇത്രയും വരെ കൊണ്ടെത്തിച്ചത് ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണെടി. ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ ദീപ്തി ശരിക്കും ഒന്ന് ഷോക്കാകുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ദീപ്തി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീപ്തിയുടെ മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് ശ്രീകാന്ത് പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയുകയാണ്, ഇത്രത്തോളം എത്തിക്കാമെങ്കിൽ ബാക്കിയുള്ളത് കൂടി എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ സുധാകരൻ മാഷിനെ കിഡ്നാപ്പ് ചെയ്ത് കുറച്ച് ദിവസം മാറ്റി നിർത്തേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ട് ദീപ്തി ഒരു നെറ്റലോടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് പറയുകയാണ്, നീ ഇനി ഞാൻ പറയുന്നത് പോലെ മാത്രം ജീവിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് വിക്രം എന്ന ഗുണ്ടയായിട്ടുള്ള നിന്റെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് മതിയാകൂ. വേദ മറുപടി കൊടുക്കാതെ കരഞ്ഞുകൊണ്ട് കേൾക്കുകയാണ്. ശേഷം ശ്രീകാന്ത് പറയുകയാണ്, നീ വേഗം ഡിവോഴ്സ് ആയിട്ട് വേണം ദർശനായിട്ടുള്ള നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ. ഓ, അതാണല്ലേ അപ്പം നിങ്ങളുടെ മനസ്സിലിരിപ്പ്. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഇനി നിനക്ക് എന്നെ അനുസരിക്കാതെ വേറൊരു മാർഗ്ഗമില്ല വേദേ. നീ അനുസരിച്ചില്ലെങ്കിലേ സുധാകരൻ മാഷിൻ്റെ കാര്യം പോലെ ആകില്ല അവിടെയുള്ള ബാക്കിയുള്ളവരുടെ കാര്യം. ഞാൻ ഓരോരുത്തരെ ഇല്ലാതാക്കും, ആരും അറിയാൻ പോകുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് റൂമിൽ നിന്നും പോവുകയാണ്. ശ്രീകാന്ത് വരുന്നത് കാണുന്ന സമയം തന്നെ ദീപ്തി വേഗം ശ്രീകാന്തിനെ കാണാതെ മറഞ്ഞു നിൽക്കുന്നു. ദീപ്തി ശരിക്കും ആകെ ഷോക്കാകുന്ന നിമിഷം തന്നെ ആയിരുന്നു അത്. ദീപ്തിയുടെ കണ്ണിലൂടെ കണ്ണുനീർ പൊഴിയുന്നുണ്ടാകും. സ്വന്തം ചേട്ടൻ എങ്ങനെ ഇത്ര നീചനാകാൻ കഴിയുന്നു എന്ന് ദീപ്തി ചിന്തിക്കുകയാണ്. എങ്കിലും ശ്രീകാന്ത് ചേട്ടൻ എങ്ങനെ വേദേച്ചിയോട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? വിക്രം ചേട്ടൻ്റെയും വേദേച്ചിയുടെയും ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ ശ്രീകാന്ത് ചേട്ടനെ ഇടപെട്ട് ഇങ്ങനെ കുളമാക്കുന്നത്? അവരുടെ കുടുംബത്തിൻ്റെയും വിക്രമേട്ടൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ വിക്രം ചേട്ടനെ പിരിഞ്ഞ് വേദേച്ചിയുടെ വന്നിരിക്കുന്നത്. സത്യങ്ങൾ മനസ്സിലാക്കിയ ദീപ്തി ആ മൊബൈൽ ഫോണിൽ വീഡിയോ റെക്കോർഡും ആയിട്ട് അച്ഛൻ്റെ അടുക്കിലേക്കാകും ചെയ്യുന്നത്. അച്ഛാ, അമ്മേ, എനിക്ക് ചിലത് പറയാനുണ്ട്, എല്ലാവരും ഒന്ന് വരുന്നുണ്ടോ എന്ന് അലറി വിളിച്ചാകും നമ്മുടെ ദീപ്തി ചെല്ലുന്നത്. ശേഷം വേദിയും ഇത് കേട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ശ്രീകാന്ത് പിന്നെ അവിടെ തന്നെ ഉണ്ടാകും. ദീപ്തിയോട് ശ്രീകാന്ത് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് ഇത്ര വലിയ കാര്യം പറയാനുള്ളത്? ആ വരുണിൻ്റെ കാര്യം വല്ലതായിരിക്കും അല്ലേ? എന്താണ് പറയാനുള്ളതെന്ന് അറിയിക്കാനല്ലേ എല്ലാവരും വിളിച്ചത്. അപ്പം എല്ലാവരും ഒന്ന് കാത്തിരിക്കുക, ഞാനിപ്പോൾ പറയാൻ തന്നെയല്ലേ പോകുന്നത്. വളരെ ദേഷ്യത്തിലായിരിക്കും ദീപ്തി ശ്രീകാന്തിനോട് പെരുമാറുന്നത്. ശങ്കരനാരായണൻ പറയുകയാണ്, നീ കാര്യം പറ ദീപ്തി. അച്ഛാ, അത് എനിക്ക് ചിലത് കാണിക്കാനാണുള്ളത്, പറയാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ദീപ്തി ശങ്കരനാരായണന് കാണിച്ചു കൊടുക്കുകയാണ്. ശേഷം ശങ്കരനാരായണൻ ഒരു ഞെട്ടലോടെ ശ്രീകാന്തിനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ശ്രീകാന്തും വേദിയും തമ്മിലുള്ള സംസാരത്തിൻ്റെ വീഡിയോ കൊണ്ട് ഞെട്ടുകയാണ് അവിടെയുള്ള എല്ലാവരും. വേദയാണെങ്കിൽ ഒന്നും മറുപടി പറയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ദീപ്തി ഈ സമയം പറയുകയാണ്, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ എന്തോ കാര്യമുണ്ട്, അല്ലാതെ ചേച്ചി ഇങ്ങനെ വിക്രമേട്ടനെ പിരിഞ്ഞിങ്ങോട്ട് വരില്ലെന്ന്. ഇപ്പം എന്താ വെച്ചാൽ എല്ലാത്തിനും കാരണം ശ്രീകാന്തേട്ടനാണ്. ശ്രീകാന്തേട്ടനാണ് ആ സുധാകരൻ മാഷിനെ കിഡ്നാപ്പ് ചെയ്തതും കാര്യങ്ങളെല്ലാം ചെയ്തത് ശ്രീകാന്തേട്ടനാണ്. എല്ലാം കണ്ടില്ലേ അച്ഛാ? എങ്ങനെ സാധിക്കുന്നു ശ്രീകാന്തേട്ടന് ഇങ്ങനെ വേദേച്ചിയുടെയും വിക്രമത്തിൻ്റെയും ജീവിതത്തിൽ ഇടപെടാൻ? അമ്മയാണെങ്കിൽ ശരിക്കും ഒന്ന് ഷോക്കായിട്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്.
ശേഷം ശങ്കരനാരായണൻ നേരെ ശ്രീകാന്തിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഒരൊറ്റ മുഖത്തിനിട്ട് അടി കൊടുത്തതിന് ശേഷം പറയുകയാണ്, നിന്നോട് ആരാടാ ഇതൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞത്? നീ വിക്രമിനേക്കാളും വലിയൊരു ഗുണ്ടയായിട്ടാണല്ലോ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നാണമില്ലേ നിനക്ക്?